ಅದು ಮುಳುಂತದ ಒಣಸಾದು ಬಸ್ ಮಹಾಲಕ್ಷ್ಮಿ ಗುಡ್ಡೆನೆ ತೂಲೆ ಎಂಚ ತೋಜುನುಂದು ನೆಕ್ಕಿ ಏತು ಸೀರೂರದ ಗುಡ್ಡೆ ಎಲ್ಲ ಇಂದುಲ ಸಾಧಾರಣ ಒಂಜೇ ಲೆಕ್ಕೊಂಡು ಮುಲ್ಪನೆ ಕೈತಲ್ದ ಹೋಟೆಲ್ ಎಂಕ್ಲು ಒಣಸು ಮಂತನೆ ಮಾತೆಲ್ಲ ಉಲಾಯಿ ಪೋತಾರ ಬಸ್ತ ಉಲಾಯಿ ಏನು ಇದೆಯಾ ಇದು ವಿಡಿಯೋ ಫೋಟೋ ಅಲ್ಲ ಫೋಟೋ ಮತ್ತೆ ತೆಗಿಯುವ ಅಲ್ಲಿಂದ ಆಯ್ತಾ ಒಂಚಿದು ಆ ತರೇತ ಅತ್ತೆ ಆ ಗುಡ್ಡದ ನಡೂಟು ಒಂಜಿ ಬಿಲ್ಡಿಂಗ್ ಉಂಡತ ಅವು ಎಂಚಿನ ದುಂಬೆ ಕಟ್ಟದಿತ್ತು ನಾವ ಐದು ಬೊಕ್ಕ ಕಟ್ಟ ನಾವು ಎಂಚಿನ ಉಂಡ ಅವು ಒರಿತೀನಿ ಅದು ಗೊತ್ತಾ ಜರಿ ಅಂದೆ JCB ಕೆಲಸ ಆಯ್ ನಾವು ಜರಿನೇ ತಗೋಕ ಹಾಂ 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 ಫ್ರೆಂಡ್ಸ್ ನೋಡಿ ನಾವು 2 ಬಸ್ಸು ಜನ ಹೋಗಿದ್ದೇವೆ ಪಯ್ಯನೂರಿಗೆ. ಅದರಲ್ಲಿ ನೋಡಿ ಇದು ನಮ್ಮ ಬಸ್ಸು. ಇದರಲ್ಲಿ ನೋಡಿ ನಾವು ಎಲ್ಲ ಫುಲ್ ಇಷ್ಟು ಜನ ಇದ್ದೇವೆ. ದೊಡ್ಡ ಬಸ್ಸು, ಎಲ್ಲ ಸೀಟಲ್ಲಿ ಕೂಡ ಜನ ಇದ್ದಾರೆ. ಹಾಗೆ ಪಯ್ಯನೂರಿಗೆ ಹೋಗಿ ಇನ್ನೊಂದು ಬಸ್ಸು ಆಚೆ ಮುಳ್ಳೇರಿಯಿಂದಾಗಿ ಹೋದದ್ದು. ಅದು ನಮ್ಮಿಂದ ಮೊದಲು ತಲುಪಿ ಅವರು ಟ್ರೈನಿಂಗ್ ಎಲ್ಲ ನೋಡಿ ಹೋಗಿದ್ದಾರೆ. ನಾವು ತಲುಪಬೇಕಷ್ಟೇ. ನಾವಲ್ಲಿಗೆ ತಲುಪುವಾಗ 3 ಕಾಲಾಗಿದೆ. ಮತ್ತೆ ಎಲ್ಲ ನೋಡಿಕೊಂಡು ಮತ್ತೆ ಹೋಗಬೇಕಷ್ಟೇ. ಇದೇ ನೋಡಿ ಅವರ ಬೋರ್ಡು AKC ಅಂತ ಬರೆದುಕೊಂಡು ಇನ್ನು ನಾವು ಒಳಗೆ ಹೋಗಬೇಕಷ್ಟೇ. ಟ್ರೇಡಿಂಗ್ ನೋಡಿ ಇಷ್ಟು ಜನ ನಾವು ಹೆಂಗಸರು ಟ್ರೈನಿಂಗಿಗೆ ಬಂದವರು. ನಾನು ವಿಡಿಯೋ ಮಾಡಲಿಕ್ಕೆ ನಿಂತೆ. ಅಂದರೆ ಯಾರು ಕೆಲಸ ಇಲ್ಲ ಅಂಥೇಳಿ ಯಾರು ಕೂಡ ಕೊರಗುವ ಅಗತ್ಯ ಇಲ್ಲ. ನೋಡಿ ಈ ಟೈಲರಿಂಗ್ ಕೆಲಸಗಳನ್ನು ಮಾಡುವುದರಿಂದ ನಮಗೆ ಸ್ವಉದ್ಯೋಗವನ್ನು ಮಾಡುವುದಕ್ಕೆ ತುಂಬ ಸಹಾಯಕ ಆಗ್ತದೆ. ಮತ್ತು ಇವರು ನಮ್ಮನ್ನು ಕರೆದ್ರು. ನಮಗೆ ತುಂಬ ಖುಷಿಯಾಯಿತು. ಎಲ್ಲರೂ ವಾಟ್ಸಪ್ ಗ್ರೂಪಲ್ಲಿ ಎಲ್ಲರಿಗೆ ಗೊತ್ತಾಯಿತು. ಎಲ್ಲರೂ ನಾವು ಸೇರಿಕೊಂಡು ಮತ್ತು ಅಲ್ಲಿಗೆ ಹೋಗಿ ನೋಡುವ, ಮತ್ತು ನಮಗೆ ಒಂದು ಕೆಲಸ ಆಗ್ತದೆ ಅಲ್ವಾ ಅಂತ. ಮನೆಯಲ್ಲಿ ಕೂತು ಮಾಡುವವರಿಗೆ ತುಂಬ ಸುಲಭವಾದಂತಹ ಒಂದು ಕೈ ತುಂಬ ಕೆಲಸ ಆಗಿರ್ತದೆ ಇದು. ಅದು ಇಂಟರ್ನ್ಯಾಷನಲ್ ಟ್ರೈನಿಂಗ್ ಆದ ಕಾರಣ ನಮಗೆ ಅದನ್ನು ಅಲ್ಲಿಗೆ ಹೋಗಿ ನೀವು ನಮ್ಮನ್ನು ನೋಡಬೇಕು ಅಂತ ಹೇಳಿದರು. ಅದಕ್ಕೆ ನಾವೆಲ್ಲರೂ ಒಟ್ಟು ಸೇರಿ ಹೋದದ್ದು. ಯಾವ ರೀತಿ ಹೊಲಿಬೇಕು ಅನ್ನೋದನ್ನು ಕೂಡ ನಮಗೆ ಅವರು ಅಚ್ಚುಕಟ್ಟಾಗಿ ನಮಗೆ ಹೇಳಿಕೊಟ್ರು. ಅಲ್ಲಿ ಅವರ ಬಟ್ಟೆಯ ಒಂದು ಏನು ಕ್ವಾಲಿಟಿ ಏನಿದೆ ಅದನ್ನು ಹೊಂದಿಕೊಂಡು ನಾವು ಹೊಲಿಬೇಕಾಗ್ತದೆ. ಒಳ್ಳೆಯ ಬಟ್ಟೆ ಮತ್ತು ಎಲ್ಲ ಕ್ವಾಲಿಟಿ ಕೂಡ ತುಂಬ ಒಳ್ಳೆಯದಿರ್ತದೆ. ನೋಡಿ ಯಾವ ರೀತಿ ಹೊಲಿಬೇಕು, ಏನು ಮಾಡಬೇಕು ಎಂಬುದನ್ನು ನಮಗೆ ಅಲ್ಲಿ ಅವರು ಸರಿಯಾಗಿ ಹೇಳಿಕೊಟ್ರು. നമ്മൾ പറയും, അല്ലെങ്കിൽ ലൈനിങ് നമ്മൾ ഇതിൽ കൂടെ വെച്ചിട്ടുണ്ടാവും. എന്നാൽ മാത്രമേ ലൈനിങ് വെക്കാൻ പാടില്ല. ഇത് സ്ക്വയറിലാണ് കട്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ നമുക്ക് കഴുത്തിൻ്റെ 2 പോർഷൻ കിട്ടും. അതുപോലെ 2 പോർഷൻ കിട്ടും. അതിന് സ്ക്വയറിലാണെങ്കിൽ സ്ക്വയർ, വി സ്റ്റൈലാണെങ്കിൽ വി സ്റ്റൈൽ, ഇങ്ങനെ വരും. ഇതിനൊരു ചെറിയ 2 പാർട്സും കൂടി ഉണ്ടാവും ഇതിൻ്റെ കൂടെ തന്നെ. നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ഈ പാർട്സ് ഇതിൻ്റെ മുകളിൽ വെക്കുക, എന്നിട്ടാണ് ഇത് അടിച്ചു കൊടുക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ ഈ പാർട്സ് ഉള്ളിലേക്ക് മറിച്ചിടേണ്ടത്. അന്നേരം വൺ സൈഡ് മടക്കി അടിക്കുക. വൺ സൈഡ് ഇങ്ങനെ മടക്കി അടിച്ചതിന് ശേഷം നമ്മൾ ചുരിദാറിനെല്ലാം വെക്കുന്ന സിമ്പിളായിട്ട് വെച്ച് കൊടുക്കുക. ഉള്ളിലേക്ക് മടക്കിയിട്ട് കാലിന് ഇതിൽ തന്നെ ഉള്ളിലേക്ക് മടക്കി അടിക്കുക. അതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പോർഷൻ വെക്കേണ്ടത്. സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ തരും. ചിലപ്പോൾ ഈ ഡിസൈൻ ആയിരിക്കില്ല, പല ടൈപ്പിലെ ഡിസൈൻ ആയിരിക്കും. നമ്മൾ തുണി കട്ട് ചെയ്യുന്ന സമയത്ത് പല ഡിസൈനും ഉണ്ടാവും. ആ ഡിസൈൻ എന്ന് വെച്ചാൽ നമ്മൾക്ക് മെയിൻ പോർഷൻ്റെ കളർ എന്ന് പറയുന്നത് ഇതാണ്, ഈ മെറൂൺ. ഈ മെറൂൺ നമുക്ക് കാണണ്ട. അതിനുകൊണ്ട് ഉള്ളിലോട്ട് ഇത് മടക്കിയിട്ട് ഈ ഫസ്റ്റ് കാണുന്ന ഒരു കളറുണ്ട ഡിസൈൻ, ആ ഡിസൈൻ ഫുള്ളായിട്ട് നമുക്ക് ഇപ്പുറം കിട്ടണം. ഇതേപോലെയാണ് വെച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ സൈഡിൽ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ അത് 7 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്യണമെന്ന്. അപ്പൊ ഇത് മോൾക്ക് കട്ട് ചെയ്തില്ലല്ലോ. അപ്പൊ ബാക്കിന്റെ
ഇത് നമ്മൾ കട്ട് ചെയ്യും. ഏത് ഈ കട്ട് ചെയ്ത് നിങ്ങൾ ഇത് വെച്ചതിന് ശേഷം ഇവിടുന്ന് മെഷർമെന്റ് താഴേക്ക് എടുക്കുക. അപ്പം 7 ഇഞ്ച് കറക്റ്റ് ആയിട്ട് കിട്ടണം. അങ്ങനെ കിട്ടണം. നമ്മൾ താഴത്തെ പോർഷൻ വെച്ചതിന് ശേഷം സെന്ററിൽ കട്ട് ചെയ്യാം. ഈ ഒരു പോർഷൻ വെക്കുന്ന സമയത്ത് ഉള്ളിലത്തെ പീസ് വെച്ചു, അതിന് ശേഷം ഇതിങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ട് ഇത് നല്ലോണം ഒരു 1/2 ഇഞ്ച് തന്നെ പിടിക്കുക. ഇങ്ങനെ കൊണർ പോലെ 1/2 ഇഞ്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ കിട്ടണം കേട്ടോ. അപ്പം നിങ്ങളിത് ഇങ്ങനെ വെച്ച് നോക്കുക. ഇതുപോലെ വെച്ച് നോക്കുക. നല്ല വർഷത്തേക്ക് മറിക്കേണ്ടതല്ലേ? ഒന്നും ഇത് മറിക്കണ്ട. അങ്ങനെ മുകളിൽ വെച്ചേക്കാം. അതിന് നമ്മൾ ആ ചെറിയ പീസ് മറിച്ച് വെച്ചില്ലേ, മറിച്ച് വെച്ചതിന് ശേഷം ഇതിന്റെ മുകളിൽ ഇതിങ്ങനെ വെറുതെ സിമ്പിളായിട്ട് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതിപ്പോൾ വീതി കൂടുതലുണ്ടെങ്കിൽ ഒരു ട്രിം ചെയ്യാം, അല്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ ഉള്ളിലോട്ട് മടക്കിയിട്ട് ഈ ഒരു അടിവിൻ്റെ ഇതിലെ കൂടെ 2 അടിവ് കൊടുത്തിട്ട് നേരെ അങ്ങനെ തന്നെ പോകും. അത് നിങ്ങൾ മെയിനായിട്ട് വീട്ടിൽ നിന്ന് വെറുതെ ഒരു പീസിനകത്ത് വെച്ച് നോക്കുക. വെറുതെ ഒരു കോൺ പോലെയും ചതുരത്തിലെല്ലാം കട്ട് ചെയ്തിട്ട് വെറുതെ ഒരു പോർഷൻ എടുത്തിട്ട് വെച്ച് നോക്കും ഒരു ഡിസൈനിൻ്റെ അതിൽ. അങ്ങനെ 2 പീസായി, 3 പീസായി. ഇപ്പം കഴുത്തായി, അതിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ഒരു പീസായി. ഇങ്ങനെ ഒരു പീസ് ഉണ്ടാവും കഴുത്തിൽ വെക്കണ്ടേ. അതിനുശേഷം ഇത് വെക്കേണ്ടത്. അങ്ങനെ 3 പീസായി. അതിനുശേഷം നമ്മൾ ബാക്ക് പോർഷൻ ചെയ്യുക. ബാക്ക് പോർഷൻ കഴുത്തിൻ്റെ ബാക്കിൽ ഇതേപോലെ ക്രോസ് ഇടുന്ന സമയത്ത് മെയിനായിട്ട് നമ്മൾ ക്രോസ് എന്ന് പറയുന്നത് ഇത്ര രീതിക്കായിരിക്കും നമ്മൾ തരിക. ചിലപ്പോൾ അതിൽ ചെറുതായിരിക്കും. ചെറുതാണെങ്കിൽ നിങ്ങളെന്ത് 1 സൈഡ് തന്നെ ക്രോസ് ആയിട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇത്ര വീതി ഉണ്ടെങ്കിൽ ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ട് വേണം വെക്കാം. എന്ന് വെച്ചാൽ നമുക്ക് 1/2 ഇഞ്ചിനും താഴെ പോകും. ഫോൾഡ് ചെയ്തതിൻ്റെ ബാക്ക് വശം എന്ന് പറയുന്നത് ഈ ഒരു പോർഷൻ നമുക്കൊരു 1/2 ഇഞ്ചിന് താഴെ ആയിട്ടേ വേണ്ടു. എന്നാൽ മാത്രമേ വൃത്തിയിൽ കിട്ടുള്ളൂ. അല്ല അതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് വേണം ലാബിൽ വെക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ ആദ്യം ഇതൊരു സെൻറ്ററിൽ ക്രയോൺ ഉപയോഗിക്കാൻ പാടില്ല, മസ്റ്റ് പെൻ ഉപയോഗിക്കാൻ പാടില്ല. സാധാ ചോക്ക് കൊണ്ട് ചെറിയ രീതിയിൽ അത് മായണം. നിങ്ങളെന്നെ കൈ കൊണ്ട് മായുന്ന ഒരു വൈറ്റോ അല്ലെങ്കിൽ ക്രീം കളറോ അങ്ങനെ ഏതെങ്കിലും ചോക്ക് കൊണ്ട് തന്നെ ഉപയോഗിക്കും കേട്ടോ. സെൻറ്ററിൽ മാർക്ക് ചെയ്തതിന് ശേഷം ചെയ്യാം. അതിൻ്റെ ബാക്കിൽ നിങ്ങൾക്കൊരു ടോക്കൺ നമ്പർ ഉണ്ടാവും. ആ ടോക്കൺ നമ്പർ കറക്റ്റായിട്ട് എടുക്കും. ലേബലിൻ്റെ മുകളിൽ ഒരു കാരണവശാൽ പെന്നുകൊണ്ടോ ഇതിനെക്കൊണ്ടോ തൊടാൻ പാടില്ല. ഒരു കാരണവശാലും ഒരു വരയോ കുറിയോ ഉണ്ടാകാൻ പാടില്ല. ബാക്കിൽ തന്നെ അതിന് കറക്റ്റായിട്ട് എഴുതും കേട്ടോ. അത് പെന്ന് കൊണ്ട് തന്നെ എഴുതുക, പെൻസിൽ കൊണ്ടൊന്നും എഴുതാൻ പാടില്ല. അങ്ങനെ ആ പോർഷനുമായി. ബാക്ക് പോർഷനും അതേപോലെ റിപ്പീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കൈ നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഈ പോർഷനിലേക്ക് തന്നെയാണ്. ബാക്കും ഫ്രണ്ടും ചെയ്തതിന് ശേഷമാണ് കൈ വെച്ച് കൊടുക്കേണ്ടത്. നമ്മൾ ചെയ്തിട്ടുണ്ടാവുമല്ലോ എല്ലാവരും. കൈ വെച്ചതിന് ശേഷമാണ് നമ്മൾ ഫ്രില്ലിടേണ്ടത്. ഫ്രില്ലിടുമ്പോൾ മസ്റ്റായിട്ട് നമ്മളൊരു നോച്ച് ഇട്ടിട്ടുണ്ട്. ഇതേപോലെ ഒരു പോർഷനല്ല, നമ്മൾ ഫ്രില്ലിന് ഒരു നോച്ച് ഇട്ടിട്ടുണ്ടാവും. ഇതേപോലെ ഫ്രില്ലിന് നോച്ച് ഇട്ടിട്ട് ആ നോച്ചിൽ നിന്ന് നമ്മളിപ്പോൾ XL, XXL, ലാർജ് ഇതൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ലാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വൃത്തി ഫ്രില്ലിട്ട് കിട്ടും. നമ്മൾ ഇതേ തുണിയിൽ തന്നെ ചെയ്യുന്നു. എന്നാൽ XL ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ഫ്രില്ല് കുറയും. ആ സമയത്ത് ചെറിയ അതേ നോച്ചിൽ തന്നെ ഇടണം. പക്ഷേ ഫ്രില്ല് ചെറുതാക്കി ഇടണം. 14 ഇഞ്ചിൽ തന്നെ കിട്ടണം കേട്ടോ. ഫ്രില്ല് നമുക്ക് വൃത്തി കിട്ടണം. ഒന്ന് പൊന്തി കിടക്കാനോ ഇതാക്കാനോ വലിയ പ്ലേറ്റിലോ ഒന്നും കാണാൻ പാടില്ല. ഇത് വേണം. ഇതിനേക്കാൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തന്നെ ചെയ്യാം. ഫ്രില്ല് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിട്ട് തന്നെ ചെയ്യും. ഫ്രില്ല് നമ്മൾ നോച്ചിട്ടെടുത്ത് അപ്പുറത്തെ നോച്ചിടുന്നത് വരെ ഫ്രില്ലിട്ട് പോകണം. അത് നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ 6 എണ്ണം ഉണ്ടാവും, 8 എണ്ണം ഉണ്ടാവും. XL, XXL ആകുമ്പോൾ ചേഞ്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെന്തുണ്ട് നമ്മൾ നോച്ചിട്ട് തരുന്നിടത്ത് കറക്റ്റായിട്ട് തന്നെ ചെയ്യുക. ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കോർണറില്ലേ, കൈയിൻ്റെ പോർഷൻ വെക്കുന്ന കോർണറിനെടുത്ത് 14 ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതാണ് ലാർജിൻ്റെ. XL ആകുമ്പോൾ അതിൻ്റെ വീതി കൂടും. ഏത് ഷോൾഡർ കവർ ചെയ്യണം. ആ ഷോൾഡർ കവർ ചെയ്യണം. അതിനുള്ള സെക്കൻഡ് പോർഷൻ ഞാൻ പറഞ്ഞത് കഴുത്തിൻ്റെയാണ് ആ 4 ഇഞ്ച് കിട്ടും. അതിനുശേഷം ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഈ കൈ ഫിറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു ബോഡി പാർട്ട് ഈ പാർട്ടിലേക്ക് തന്നെയാണ് കൈ ചെയ്യേണ്ടത്. അതിനുശേഷം ഫ്രില്ലിട്ടതിന് ശേഷമാണ് നമ്മൾ ഇവിടുന്ന് ഇതിങ്ങനെ വെച്ച് പോകുന്നത് കേട്ടോ. അങ്ങനെ സെൻറ്ററിൽ 1 ഇഞ്ച് വിടുക, ബ്ലാക്കറ്റ് അടിക്കേണ്ട സ്ഥലത്ത് 1 ഇഞ്ച് വിടുക, ഏകദേശം കട്ട് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് നോക്കുക കേട്ടോ. പിന്നെ മെയിനായിട്ട് ഈ അടിവ് നമ്മൾ പതിച്ചടിക്കുമ്പോൾ ഈ കൈയെല്ലാം വെച്ചതിന് ശേഷം പതിച്ചടിച്ചതിന് ശേഷം ഒരു 4 ഇഞ്ച് വിട്ടിട്ട് അടുത്ത അടിവ് മുകളിൽ തന്നെ വരിക കറക്റ്റായിട്ട്. അത് ബാക്ക് പോർഷനിലും അങ്ങനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ.
2 അടിവ് വരണം. നിങ്ങളടിച്ച പിന്നെ നൈറ്റി ഇല്ലേ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നൈറ്റി തന്നാൽ ഞാൻ പറഞ്ഞുതരാം. പിന്നെ സൈഡിൽ ഈ റണ്ണിങ് മെറ്റീരിയൽ നമുക്ക് ഈ പോർഷൻ പിടിക്കുമ്പം ഈ കണ്ട ഈ ഒരു കോർണർ എന്ന് പറയുന്ന സംഭവം കണ്ട ഇതാ, ഇവിടെ നമ്മൾ വി സ്റ്റൈലില്ല നമ്മൾ തരുക. ഇതാ മസ്റ്റ് ചെയ്ത് നോക്കുക. ഇതാ ഒരു വി സ്റ്റൈലാണ് നമ്മൾ തരുക. ഇതാ ഇങ്ങനെ ഒരു വി സ്റ്റൈലാണ് ഉണ്ടാവുക. അത് അടിച്ച് വരുമ്പോൾ നമുക്ക് റാ പോലെ കിട്ടണം. അതിനൊന്നുകൊണ്ട് നമ്മൾ ഇവിടുന്ന് 1/2 ഇഞ്ച് തന്നെ പിടിക്കുക. നമ്മൾ ഫുള്ളുള്ളിൽ ഈ പോർഷനെ ഫുള്ള് അടിച്ച് വരുമ്പോൾ എല്ലാം 1/2 ഇഞ്ച് തന്നെ പിടിച്ച് ചെയ്യാം. ഈ ഒരു വശത്ത് എത്താനാകുമ്പോൾ നമുക്ക് അത് കുറയും. സ്വാഭാവികമായിട്ടും അടിക്കുമ്പോൾ നമ്മളത് കുറഞ്ഞു. പക്ഷെ അങ്ങനെ ഒരു കാരണവശാൽ കുറയാൻ പാടില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു പോർഷൻ വൃത്തി ഉണ്ടാവില്ല. അടിച്ചു കഴിഞ്ഞാൽ വൃത്തി ഉണ്ടാവില്ല. മനസ്സിലാവും? ഇതാ ഈ ഒരു പോർഷൻ കണ്ട ഒരു വൃത്തി ഉണ്ടാവില്ല. അതിങ്ങനെ കോണ് പോലെ ഉണ്ടാവില്ല, ഇല്ലെങ്കിൽ അത് പൊന്തി കിടക്കും. അങ്ങനെ അതുകൊണ്ട് അത് റാ ഷേപ്പ് തന്നെ വരാൻ നോക്കുക. കുറച്ച് ഒരു 1/2 ഇഞ്ച് തന്നെ പിടിക്കും. പിന്നെ നമ്മൾ കൈ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൈ ഉണ്ടല്ലോ പല മോഡലായിട്ട് നമ്മൾക്ക് വരിക. കുറച്ച് ചിലപ്പോൾ ഇത് വീതി കൂടുതലുണ്ടാവും. ഈ ഒരു ഡിസൈനിന് ഇങ്ങോട്ട് ബ്ലാക്ക് എല്ലാം ആകുമ്പോൾ കുറച്ചും കൂടെ വീതി കൂടുതലുണ്ടാവും. നമ്മൾക്കിതൊരു പൈപ്പിംഗ് പോലെയേ വേണ്ടു. ഇങ്ങനെ ഒരു പൈപ്പിംഗ് പോലെ വേണ്ടു. ഒന്നെങ്കിൽ ഡബിളായിട്ട് ഫോൾഡ് ചെയ്യാം. വീതി കൂടുതലാണെങ്കിൽ നമുക്ക് ഡബിളായിട്ട് ഫോൾഡ് ചെയ്തിട്ടാകുമ്പോൾ മടക്കി അടിച്ചാൽ അത് കിട്ടും. ചിലപ്പോൾ ഇത് വീതി കുറഞ്ഞതാണ്. അപ്പോൾ ഒറ്റ ഫോൾഡിങ് മതി. ഒറ്റ ഫോൾഡിങ്ങിൽ തന്നെ മടക്കി അടിക്കും. പക്ഷേ പിന്നെ പൈപ്പിംഗ് പോലെയേ വേണ്ടു കേട്ടോ. വീതിയിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഷോൾഡർ ജോയിന്റ് ചെയ്യുന്നത്, ഷോൾഡർ ജോയിന്റ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട് കവറിങ് ആക്കണ്ടല്ല. ഈ ഷോൾഡർ ഇല്ല, ഇത് ഇത് വെച്ചാൽ കവറിങ് ആക്കേണ്ടതല്ലേ? അതെ, അത് നമ്മൾ ബാക്ക് പോർഷൻ ചെയ്യൂലേ. ഇതാ ഇത് പൈപ്പില്ല, ഇത് വീഡിയോ പിന്നെ എനിക്ക് അത്ര ശരിയാകുന്നില്ല. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂട്യൂബെല്ലാം നോക്കുക. യൂട്യൂബിലെല്ലാം കുക്ക് വെക്കാനെല്ലാം കാര്യമായിട്ട് യൂട്യൂബ് പഠിപ്പിക്കും. കുടുക്ക് വെക്കാൻ അറിയില്ലെങ്കിൽ ബാക്കിലുള്ള ആളുണ്ട്, ഒരാള് മനസ്സിലായെങ്കിൽ അവർ മാറുന്നുണ്ട്. ഇതാ പറഞ്ഞുതരാം. ഡബിൾ സ്റ്റിച്ചിൽ തന്നെ ഇത് ഈ പീസ് വീതി കൂടുതലാണെങ്കിൽ ഡബിളിൽ പിടിക്കുക. ഡബിളിൽ പിടിച്ചിട്ട് തന്നെ ഇത് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ജോയിൻ ചെയ്തിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷമാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ നമ്മളത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവുമല്ലോ. പെന്നോ ക്രയോണോ അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ വൈറ്റ് കളർ പെന്നുകൊണ്ട് അത് എഴുതുക. കഷ്ടയിലൊന്നുമല്ല, സിമ്പിളായിട്ട് മനസ്സിലാവുന്ന എഴുതുക. ഒരു സൈഡ് മാത്രമേ എഴുതാൻ പാടില്ല. 2 സൈഡ് കുത്തി വരച്ച് അങ്ങനെ എഴുതാനും പാടില്ല. മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ മടക്കിയിരിക്കുക. അത് നമ്മൾക്കിതാ 3/4 ഇഞ്ചിലെ ഈ വീതിയിൽ പോകും കേട്ടോ. 3/4 ഇഞ്ച് വീതിയിലാണ് നമുക്ക് ഇങ്ങനെയല്ല സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്ന നല്ല വശം, ഇതിൻ്റെ നല്ല വശം വെക്കുക. ബ്ലാക്കറ്റ് അടിക്കുമ്പോൾ കുറച്ച് നീളത്തിൽ വെക്കുക. ഈ ഒരു വശം കുറച്ച് വീതിയിൽ തന്നെ കാണുന്ന വിധത്തിൽ വെക്കുക. താഴത്തെ പ്ലാക്കറ്റിൻ്റെ പിന്നെ തുണി കുറച്ചധികം തന്നെ വെക്കുക. നേരെ വെച്ചിട്ട് ഇവിടെ നമ്മൾ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ടുണ്ടാവും. ആ സെൻറ്ററിൽ കട്ട് ചെയ്തത് നേരത്തെ തന്നെ വെക്കുക. നേരെ വെച്ചെടുക്കുക. അതെന്ന് ഈ പ്ലാക്കറ്റിൻ്റെ തുണി കുറച്ച് പുറത്തേക്കാവുമ്പോൾ അത് നേരെ വെക്കുമ്പോൾ കറക്റ്റായിട്ട് വരും. പിന്നെ അത് നമുക്ക് മടക്കി അടിക്കുക വേണ്ടത്. പുറത്തേക്ക് ഉള്ളിലോട്ട് ഇത് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ മടക്കി സ്ട്രെയിറ്റ് ചെയ്യും. ഈ ഒരു പീസ് ഉള്ളിലേക്ക് തന്നെ മടക്കി വെച്ചിട്ട് മടക്കി ഇതാ അതാ ഇങ്ങനെ വെക്കും സ്ട്രെയിറ്റ് ചെയ്ത് തന്നെ. അത്
മുക്കാലിഞ്ച് വീതിയിലേ ഉണ്ട്, മുക്കാലിഞ്ച് വീതിയിൽ തന്നെ കട്ട് ചെയ്യാം. ബ്ലാക്കറ്റ് ഒരുപാടുണ്ട്. ಎಂಕ್ಲೆ ಟ್ರೈನಿಂಗ್ ಪಡ್ತಿರ್ಕದು ಪೋಂದುಲ್ಲ ಟ್ರೈನಿಂಗ್ ಎಂಚೆತ್ತದು ಟ್ರೈನಿಂಗ್ ಎಂಟು ಕೊಲ್ಲೊಳ್ಳಿ ಕೊಲ್ಲೊಳಿ ರಡ್ಡು ಮುಂಚೆ ಈಗ ಇನ್ನು ನಕ್ಕು ಕೊಳ್ಳುದಾಯ್ಬೇಕ ಕೊಲ್ಲೊಳಿ ತೋಜುದು ಅದಾ ಸುಲಭ ಉಂಡದ ಅದೇ ಎಡ್ಡೆ ಡಿಸೈನ್ ಮಾತ್ರ ಅವು ಪಂಡ ಪಿದೈವೂರ್ಲ ಹೋಗೋಣ ಅಂತ ತಲ್ಪಡ್ದು ಗಲ್ಫ್ ಹೋಗ್ಬಿಡದ ನಂದು ಇಂಪಾರ್ಟೆಂಟ್ ಬೇರೆ ಬಾರ್ದುಂಡದ ಐತಿ ಅಕ್ಲ ಬೋರ್ಡ್ ಬಾರ್ದುಂಡದ ಹಾಂ ಪಿದೈವು ನಿಕ್ಕು ಇಂಪಾರ್ಟೆಂಟ್ ಹಾಂ ಸ್ಟಿಚಿಂಗ್ ಮಾತ್ರ ಕರೆಕ್ಟ್ ಬೋರ್ಡ್ ಅಂದಂದ ವಾಪಸ್ನ ಮಾಡಿಗೆ ಇತ್ಯಾತ ಒಂದು ಪ್ಲೇಸ್ ಭಯಂಕರದ അപ്പോൾ നമ്മൾ ചായ അർപ്പണയിലേക്ക് എക്കടത്തെ പ്ലേസ് കാര്യമുണ്ട് ಈ ತೆರಗಲಾನಿಟ್ಟು പോത്താൻ പറയുന്നത് ನಮ್ಮ ಮರಿಯಲ್ಲ ಗ್ಯಾರಂಟಿ ಬರೀದ್ದಂడి ಅದ ಅಂಚತ್ತು ನಮ್ಮ ಮರಿ ಬರ್ಸಂದ್ರೆ ಏನು ಗೊತ್ತು ಐ ಗೊತ್ತಾನೆ ಅಂದು ಕ್ಲಾಸ್ ಎಡ್ಡೆ ಕ್ಲಾಸ್ ಆಂಡ ಈ ಬರ್ಸ ಒಂದು ಬರಂದ ಇಪ್ಪನ ಕೈನಿಟ್ಟು ನಮ್ಮ ಪೋಯ ಅಂದು ಇದ್ಯಡ ಅಂತ ಪೋಡಿಗೆ ಐತೆ ಉಂಡತ್ತ ಅಂದು ಬಾರಿ ಸೋಕುದಂದು ತಾರಗ ಸಾಲು ಬಾರಿ ಸೋಕತ್ತ ತಾರಗೆ ರೇಟ್ ಕಮ್ಮಿ. ಸೊ ಫ್ರೆಂಡ್ಸ್, ವಿಡಿಯೋ ನೋಡಿದ್ರಿ ಅಲ್ವಾ? ಎಲ್ಲರೂ ಕೂಡ ನೀವು ಯಾರೆಲ್ಲ ಟೈಲರಿಂಗ್ ನೀವು ಬಂದಿದ್ದೀರಿ ನಮ್ಮ ವಾಟ್ಸಪ್ ಗ್ರೂಪಲ್ಲಿರುವ ಎಲ್ಲ ಸದಸ್ಯರು ಕೂಡ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ ಹಾಗೂ ಈ ವಿಡಿಯೋವನ್ನು ಎಲ್ಲರಿಗೂ ಕೂಡ ಶೇರ್ ಮಾಡಿ ಮತ್ತು ಲೈಕ್ ಮಾಡಿ, ಕಮೆಂಟ್ ಕೂಡ ಮಾಡಿ. ಇನ್ನು ಮುಂದೆ ಇನ್ನೊಂದು ವಿಡಿಯೋಟಿಗೆ ನಿಮ್ಮ ಮುಂದೆ ಬರ್ತೇನೆ. ಅಲ್ಲಿ ತನಕ ನೀವು ನೆನಪಲ್ಲಿ ಯಾರೆಲ್ಲ ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಲಿ ಅವರು ಸಬ್ಸ್ಕ್ರೈಬ್ ಮಾಡಿ. ಎಲ್ಲರಿಗೂ ಕೂಡ ಧನ್ಯವಾದಗಳು.